പഴയ കാലത്ത് രാവിലെ ഉപ്പ ഷോപ്പിൽ പോകുന്നു, അല്ലെങ്കിൽ ഉപ്പ ഗൾഫിൽ പോകുന്നു. അപ്പോഴൊക്കെ ഉമ്മയും പെങ്ങന്മാരും ഏട്ടത്തി അനിയത്തിയൊക്കെ വീട്ടിലുണ്ട്. നമ്മൾ ജോലിക്ക് പോകുമ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും ഉച്ചക്ക് ലഞ്ചിന് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ഫുഡാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മ ഉണ്ട് അവിടെ, ഉമ്മ അടുത്തിരിക്കുന്നുണ്ട്, ഉമ്മ കറി ഒഴിച്ചു തരുന്നുണ്ട്, ഉമ്മ പീസ് ഇട്ട് തരുന്നുണ്ട്. ഇങ്ങനെ കൂടിച്ചേരലിന്റെ ഒരു രസതന്ത്രം നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. പഴയ കാലം അങ്ങനെ ഒരു മനുഷ്യപ്പറ്റുള്ള കുടുംബമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പലപ്പോഴും ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കൽ കുറഞ്ഞുപോയി. ഫുഡ് റെഡിയാണ്, കഴിക്കാൻ വരണമെന്ന് ഫാമിലി ഗ്രൂപ്പിൽ മെസ്സേജ് ഇടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫാമിലികൾ തമ്മിൽ അക്സറുൽ ബറക്കത്തി ഫി അക്സരി അയാദി, ഒരു തളികയിൽ ഒന്നിച്ചിരുന്ന് കുറെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ കൂടുതൽ ബറക്കത്തുണ്ടാവും. ഒന്നിച്ചിരിക്കുക, കൂടിച്ചേരലിലൂടെ പഠിക്കേണ്ട വിവരമാണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ സുഹബത്തിന് വലിയ പ്രാധാന്യം, കുടുംബബന്ധത്തിന് പ്രാധാന്യം, ഹുക്കൂക്കുകൾക്ക്, കടപ്പാടുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായത്. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കൾ സ്വഹാബിമാരാണ്. അവർ പഠിച്ചത് മുത്തുനബിയോട് സുഹബത്തായിട്ടാണ്.